Stella, we simplify learning. ഹലോ ഫ്രണ്ട്സ്, മൂവിംഗ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം പാർട്ട് 4 വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചാർജിനെ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എടുത്തെറിഞ്ഞായിരുന്നു. അങ്ങനെ എടുത്തെറിഞ്ഞപ്പോൾ അവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുകയും ചാർജിന്റെ പാത്ത് ചേഞ്ച് ചെയ്യുകയും ചെയ്തു, അതിന്റെ ട്രജക്ടറി ചേഞ്ച് ചെയ്യുകയും ചെയ്തു. നമ്മളവിടെ 3 കേസ് ഡിസ്കസ് ചെയ്തായിരുന്നു. ഏതൊക്കെയാണ്? കേസ് 1-ലാണെങ്കിൽ ചാർജ് മൂവ് ചെയ്യുന്ന സെയിം ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ്, അപ്പോൾ ഫോഴ്സ് ആക്ട് ചെയ്യുകയില്ല. കേസ് 2-ലാണെങ്കിൽ ചാർജ് മൂവ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ആണ് മാഗ്നറ്റിക് ഫീൽഡ്, അവിടെ 180 ഡിഗ്രി, അവിടെയും ഫോഴ്സ് ആക്ട് ചെയ്യില്ല. അപ്പോൾ ചാർജ് എന്തൊരു മോഷൻ ആയിരിക്കും? യൂണിഫോം മോഷനിൽ പോയിക്കൊണ്ടേയിരിക്കും. ഇനിയാണെങ്കിൽ ചാർജ് മൂവ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ്. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ് ചാർജ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തുണ്ടാകും? മാഗ്നറ്റിക് ഫോഴ്സ് മാക്സിമം ആക്ട് ചെയ്യും. അതിന്റെ ഫലമായിട്ട് ചാർജിന്റെ യൂണിഫോം സർക്കുലർ മോഷൻ ഉണ്ടാകും. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത്. ഇനി പഠിക്കാൻ പോണത് കേസ് 4. കേസ് നമ്പർ 4. കേസ് നമ്പർ 4-ൽ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഞാനാണെങ്കിൽ Q എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ ചാർജിനെ എടുത്തെറിയാൻ പോവുകയാണ്. ഇവിടെ ഞാൻ ചാർജിനെ എടുത്തെറിയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഒരു ആംഗിളിലാണ്. കണ്ടോ, വെലോസിറ്റി എങ്ങനെയാണ് വരുന്നത്? വെലോസിറ്റി മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ഇങ്ങനെയാണ് പോണത്, വെലോസിറ്റി വെക്ടർ ഇങ്ങനെയാണ്. ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവും, തീറ്റ. ഈ തീറ്റ എന്തല്ല? ഈ തീറ്റ 0 ഡിഗ്രി അല്ല, ഈ തീറ്റ 180 അല്ല, ഈ തീറ്റ 90 ഡിഗ്രിയും അല്ല, മറ്റ് ഏതെങ്കിലും ഒരു ആംഗിൾ. ഈ തീറ്റന്റെ വാല്യൂ അക്യൂട്ട് ആണ്, അതായത് 90 ഡിഗ്രിയേക്കാളും ചെറുതാണ്. അങ്ങനെയെങ്കിൽ എന്താണ് നമ്മുടെ ഈ ചാർജിന്റെ പാത്തിന് സംഭവിക്കാൻ പോണത്? ഇത് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഈ വെലോസിറ്റി വെക്ടറിനെ രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാൻ പോവുകയാണ്, കീറി മുറിക്കാൻ പോവുകയാണ്. സോ ചരിഞ്ഞിരിക്കുന്ന വെക്ടറാണിത്. ഈ ചരിഞ്ഞിരിക്കുന്ന വെക്ടറിനെ ഞാൻ 2 കമ്പോണൻസ് ആയിട്ട് വലിച്ചു കീറാൻ പോവുകയാണ്, കീറി മുറിക്കാൻ പോവുകയാണ്. സോ ഒരു വെക്ടർ ഇങ്ങനെ ആക്ട് ചെയ്യും, ഒരു വെക്ടർ ഇങ്ങനെ ആക്ട് ചെയ്യും. ഇത് തീറ്റയാണെങ്കിൽ ഇതെന്തായിരിക്കും? തീറ്റ. സോ എന്താണിത്? ഇത് V cos തീറ്റയാണ്. അത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ്. ഇതെന്താണ്? V sin തീറ്റ. അതെന്ത് കമ്പോണന്റ് ആണ്? അത് വെർട്ടിക്കൽ കമ്പോണന്റ് ആണ്. കുഞ്ഞുങ്ങളെ നോക്കണം, ഈ V sin തീറ്റ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? അത് 90 ഡിഗ്രിയാണ്. അതായത് ഈ കമ്പോണന്റ്, വെർട്ടിക്കൽ കമ്പോണന്റ് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് പെർപെൻഡിക്കുലർലി ആണ് കയറുന്നത്. മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു വെലോസിറ്റി കമ്പോണന്റ് പെർപെൻഡിക്കുലർ പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ ഫോഴ്സ് ആക്ട് ചെയ്യും, മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യും. ഇതിന്റെ ഫലമായിട്ട് ചാർജ് യൂണിഫോം സർക്കുലർ മോഷൻ കാണിക്കും. അപ്പോൾ ഏത് കമ്പോണന്റ് കാരണം നമ്മൾ പഠിച്ചു? ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ചാർജ് പെർപെൻഡിക്കുലർ കയറി കഴിഞ്ഞാൽ, ലംബമായിട്ട് കയറി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ ചാർജിന് യൂണിഫോം സർക്കുലർ മോഷൻ ഉണ്ടാകും. സോ ഈ കമ്പോണന്റ് കാരണം ചാർജ് എന്ത് സംഭവിക്കും? ചാർജ് യൂണിഫോം സർക്കുലർ മോഷൻ കാണിക്കും. അപ്പോൾ ഏത് കമ്പൗണ്ട് കാരണം? വെർട്ടിക്കൽ കമ്പൗണ്ട് കാരണം, V sin തീറ്റ കാരണം ഈ ചാർജിന് മാഗ്നറ്റിക് ഫീൽഡിൽ യൂണിഫോം സർക്കുലർ മോഷൻ ഉണ്ടാകും. കാര്യം മനസ്സിലായോ? കാരണം എന്താണ്? മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ചാർജ് പ്രവേശിക്കുന്നത്. ഓക്കെ, എനിക്ക് മനസ്സിലായി. ഈ കമ്പൗണ്ട് കാരണം ചാർജ് ഇങ്ങനെയാണ് കാരണം. ഇനി ഈ കമ്പോണന്റ് ഉണ്ട്, അവൻ വെറുതെ ഇരിക്കുകയാണ്. ഈ കമ്പോണന്റ് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് എത്ര ആംഗിൾ ഉണ്ടാക്കണേ? മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് പോണത്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് പോണത്. നമ്മുടെ ഈ V cos തീറ്റ ഹൊറിസോണ്ടൽ കമ്പോണന്റും അതേ ഡയറക്ഷനിലാണ്. അതായത് ആംഗിൾ എത്രയാണ്? ഇവ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 0 ഡിഗ്രിയാണ്. 0 ഡിഗ്രി ആണെങ്കിൽ, പാരലൽ ആണെങ്കിൽ, വെലോസിറ്റി വെക്ടർ മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആണെങ്കിൽ ഫോഴ്സ് ആക്ട് ചെയ്യുമോ? ഇല്ല. കാരണം നമുക്ക് ഇക്വേഷൻ അറിയാം. ഇക്വേഷൻ എന്താണ്? F(h) = QVB sin തീറ്റ. തീറ്റന്റെ വാല്യൂ 0 ആണെങ്കിൽ ഫോഴ്സ് ആക്ട് ചെയ്യുകയില്ല. അപ്പോൾ ഏത് കമ്പോണന്റ് കാരണം? V cos തീറ്റ എന്ന ഹൊറിസോണ്ടൽ കമ്പോണന്റ് കാരണം ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുകയില്ല. അപ്പോൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഈ കമ്പോണന്റ് നശിച്ചു പോകത്തില്ല. ഈ കമ്പോണന്റ് കാരണം, വെലോസിറ്റി കാരണം, ആ വെലോസിറ്റി ഉണ്ട്, ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. ഈ വെലോസിറ്റി കാരണം ചാർജിന് എന്ത് മോഷൻ കാണിക്കും? യൂണിഫോം ലീനിയർ മോഷൻ.
എന്ത് ചെയ്യും? യൂണിഫോം ലീനിയർ മോഷൻ കാണിക്കും, നേരെ പോവും. ഏത് കമ്പൗണ്ട് കാരണം? വി കോസ് തീറ്റ കാരണം. സോ ഈ ചാർജിന് രണ്ട് തരം മോഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? വി സൈൻ തീറ്റ കാരണം കിടന്ന് കറങ്ങും, വി കോസ് തീറ്റ കാരണം അത് നേരെ മൂവ് ചെയ്യും. സോ ഇത് രണ്ടും ഒരുമിച്ച് ആക്ട് ചെയ്യും. ഏതൊക്കെയാണ്? കറങ്ങണം, ഇവിടുന്ന് ഇങ്ങോട്ട് പോകണം. സോ എന്ത് മോഷൻ ആയിരിക്കും ഇത്? ഇത് ഇങ്ങനെ ഹെലിക്കൽ മോഷൻ കാണിക്കും. എന്ത് മോഷൻ കാണിക്കും? ഹെലിക്കൽ മോഷൻ. ഹെലിക്കൽ മോഷൻ. സോ ചാർജ് എന്ത് ചെയ്യും? ചാർജ് ഇങ്ങനെ ഹെലിക്കൽ മോഷൻ കാണിക്കും. സോ ഇവിടെ സർക്കുലർ മോഷൻ ഉണ്ട്, യൂണിഫോം സർക്കുലർ മോഷൻ ഉണ്ട്, അതുപോലെ യൂണിഫോം ലീനിയർ മോഷനും ഉണ്ട്. സോ ഈ രണ്ട് മോഷന്റെ കോമ്പിനേഷൻ ആണ് എന്ത് മോഷൻ? ഹെലിക്കൽ മോഷൻ. സോ പറയാം, നമ്മുടെ കയ്യിൽ ഒരു ചാർജ് ഉണ്ട്. ഈ ചാർജ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രവേശിക്കുന്നത് എങ്ങനെയാണ്? ഒരു അക്യൂട്ട് ആംഗിൾ ക്രിയേറ്റ് ചെയ്താണ്. ഒരു അക്യൂട്ട് ആംഗിൾ ക്രിയേറ്റ് ചെയ്താണ്. സോ ഇത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ആയിരുന്നു. ഈ മാഗ്നറ്റിക് ഫീൽഡിന് തീറ്റ എന്ന ആംഗിൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വെലോസിറ്റി വെക്ടർ കടന്നു വരികയാണ്. അപ്പോൾ നമ്മുടെ ചാർജ് എന്ത് ചെയ്യും? നമ്മുടെ ചാർജ് എന്ത് മോഷൻ കാണിക്കും? ഹെലിക്കൽ മോഷൻ കാണിക്കും. അങ്ങനെയെങ്കിൽ ഇവിടെ രണ്ട് തരം മോഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? സർക്കുലർ മോഷൻ ഉണ്ട്, ലീനിയർ മോഷനും ഉണ്ട്. അപ്പോൾ സർക്കുലർ മോഷന് സെപ്പറേറ്റ് ഇക്വേഷൻസ് ആണ്, ലീനിയർ മോഷന് സെപ്പറേറ്റ് ഇക്വേഷൻസ് ആണ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. ഞാൻ ആദ്യം പറയുകയാണ്, ഈ ഹെലിക്സിൻ്റെ റേഡിയസ് എനിക്ക് വേണം. ഹെലിക്സിൻ്റെ റേഡിയസ് എനിക്ക് വേണം. അങ്ങനെയെങ്കിൽ എൻ്റെ ഇക്വേഷൻ എന്താണ്? സർക്കുലർ മോഷൻ്റെ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്. റേഡിയസിൻ്റെ ഇക്വേഷൻ എന്താണ്? ആർ വിച്ച് ഈസ് ഈക്വൽ ടു എം വി ഡിവൈഡ് ബൈ ക്യൂ ബി. എന്തിൻ്റെ മോഷനാണ്? യൂണിഫോം സർക്കുലർ മോഷനിൽ റേഡിയസിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മളിത് പഠിച്ചതാണ്. ഇവിടെ ഏത് വെലോസിറ്റിയാണ് യൂസ് ചെയ്യേണ്ടത്? ഇവിടെ ഏത് വെലോസിറ്റി യൂസ് ചെയ്യേണ്ടത്? സർക്കുലർ മോഷന് കാരണമായ വെലോസിറ്റി. ഏത് വെലോസിറ്റി? വി സൈൻ തീറ്റ. സോ ഏത് വെലോസിറ്റി യൂസ് ചെയ്യേണ്ടത്? വി സൈൻ തീറ്റയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഇനി ഞാൻ പറയുകയാണ് ടൈം പീരീഡ്. നമ്മൾ പഠിച്ചു ടൈം പീരീഡ് ആര് ഡിപ്പെൻഡ് ചെയ്യത്തില്ല? വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യത്തില്ല. നമുക്ക് നോക്കാം ടൈം പീരീഡ് ഇക്വേഷൻ എന്താണെന്ന്. 2πm ഡിവൈഡ് ബൈ ക്യൂ ബി. വെലോസിറ്റി ഉണ്ടോ? ഇല്ല. സോ നമുക്ക് സിമ്പിൾ ആയിട്ട് ടൈം പീരീഡ് ഇടാം. ഇനി ഞാൻ പറയുകയാണ് പിച്ച്. എന്താ കുഞ്ഞുങ്ങളെ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പിച്ച് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. എന്താണ്? ഒരു ഡിസ്റ്റൻസ് ആണ്. പിച്ച് എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റൻസ് ആണ്. നോക്കിയിരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ചാർജ് ഉണ്ട്. ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്. ഈ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഞാൻ ഈ ചാർജിനെ എടുത്തെറിയാൻ പോവുകയാണ്. സോ ഇതാണ് വെലോസിറ്റി വെക്ടർ, ആംഗിൾ ഉണ്ടാക്കി തീറ്റ. സോ ഈ ചാർജ് എന്തിങ്ങനെ മൂവ് ചെയ്യുന്നത്? ഈ ചാർജ് ഇങ്ങനെ മൂവ് ചെയ്യും. സോ 1 ഫുൾ റെവല്യൂഷൻ ട്രാവൽ ചെയ്തപ്പോൾ നോക്ക്, നമ്മുടെ ചാർജ് 1 ഫുൾ റെവല്യൂഷൻ ട്രാവൽ ചെയ്തപ്പോൾ അത് മുന്നേക്ക് സഞ്ചരിച്ചു. എത്ര ദൂരമാണ് മുന്നേക്ക് പോയത്? ഒരു ഫുൾ റെവല്യൂഷൻ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ചാർജ് എന്തുമാത്രം ദൂരം മുന്നേക്ക് സഞ്ചരിച്ചു? ഈ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഈ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് പിച്ച്. സോ എന്താണ് പിച്ച് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ ചാർജ് ഡ്യൂറിങ് 1 കംപ്ലീറ്റ് റെവല്യൂഷൻ. ഒരു ഫുൾ റെവല്യൂഷനിൽ നമ്മുടെ ചാർജ് എന്തുമാത്രം ലീനിയർ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്തത്, അതിനെ വിളിക്കുന്ന പേരാണ് പിച്ച്. പിച്ച് ഏത് കമ്പോണന്റാണ് ക്രിയേറ്റ് ചെയ്യണത്? മുന്നേക്ക് പോയത് ഏത് കമ്പോണന്റ് കാരണമാണ്? വി കോസ് തീറ്റ കാരണമാണ്. സോ പിച്ച് ആരാണ് ക്രിയേറ്റ് ചെയ്തത്? പിച്ച് ക്രിയേറ്റ് ചെയ്തത് വി കോസ് തീറ്റ എന്ന ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ്. വെർട്ടിക്കൽ കമ്പോണന്റ് കാരണം ചാർജ് കറങ്ങി, ഹൊറിസോണ്ടൽ കമ്പോണന്റ് കാരണം ചാർജ് മുന്നേക്ക് സഞ്ചരിച്ചു. സോ പിച്ചിന് കാരണമായ കമ്പോണന്റ് ഏതാണ്? അത് വി കോസ് തീറ്റയാണ്. അങ്ങനെയെങ്കിൽ ഈ മോഷൻ എന്ത് മോഷനാണ്? അത് യൂണിഫോം മോഷനാണ്, അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി ആണ്, യൂണിഫോം ലീനിയർ മോഷനാണ്. സോ യൂണിഫോം വെലോസിറ്റി ആണ്. അപ്പോൾ പിച്ചിന്റെ ഇക്വേഷൻ വേണമെങ്കിൽ യൂണിഫോം വെലോസിറ്റി ഇക്വേഷൻ എടുക്കണം. ഏത് ഇക്വേഷൻ ആണ്? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം വിച്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി.
ആ ഇക്വേഷൻ യൂസ് ചെയ്യണം. എന്തിന്റെ ഇക്വേഷൻ ആണ്? യൂണിഫോം വെലോസിറ്റി ഇക്വേഷൻ ആണ്, യൂണിഫോം മോഷൻ ഇക്വേഷൻ ആണ്. സോ നമുക്ക് എന്താണ് വേണ്ടുന്നത്? ഡിസ്റ്റൻസ് ആണ് വേണ്ടുന്നത്. സോ നമുക്ക് ഡിസ്റ്റൻസ് വേണം, എസിന്റെ വാല്യൂ വേണം, ഡിസ്റ്റൻസിന്റെ വാല്യൂ വേണം. സോ എസ് വിച്ച് ഈസ് ഈക്വൽ ടു പിച്ച് വിച്ച് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ടി. വി ഇൻറ്റു ടി. എന്ത് വി എടുക്കേണ്ടത് ഇവിടെ? ഇവിടെ എടുക്കേണ്ടത് വി കോസ് തീറ്റയാണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു വി കോസ് തീറ്റ ഇൻറ്റു ടൈം. എത്ര സമയം എടുത്തു? എന്തുവാണ് പിച്ച് എന്ന് പറയുന്നത്? ഒരു ഫുൾ കംപ്ലീറ്റ് റെവല്യൂഷൻ ആവശ്യമായ ലീനിയർ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് പിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫുൾ കംപ്ലീറ്റ് റെവല്യൂഷൻ എന്തുമാത്രം സമയം വേണം? എന്ത് സമയം വേണം? ടൈം പീരീഡ്. ടൈം പീരീഡ് 2πm ഡിവൈഡ് ബൈ ക്യൂബി. സോ ടൈം പീരീഡ് ഇക്വേഷൻ എന്താണ്? 2πm ഡിവൈഡ് ബൈ ക്യൂബി. നമ്മൾ ആ ടൈം പീരീഡിനെ ഇവിടെ എഴുതാൻ പോവുകയാണ്. ടൈം പീരീഡ്. So which is equal to pitch which is equal to pitch which is equal to v cos theta into time period. എത്രയാണ് കുഞ്ഞുങ്ങളെ? സർക്കുലർ മോഷന്റെ ടൈം പീരീഡ് ആണ് 2πm ഡിവൈഡ് ബൈ ക്യൂബി. 2πm ഡിവൈഡ് ബൈ ക്യൂബി. സോ ഇതാണ് പിച്ചിന്റെ ഇക്വേഷൻ. അതായത് ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ചാർജ് ഉണ്ട്. ഈ ചാർജിനെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എടുത്തെറിയാൻ പോവുകയാണ്. എങ്ങനെ? ഒരു ആംഗിളിൽ, ഒരു അക്യൂട്ട് ആംഗിളിൽ. നമ്മൾ 0 ഡിഗ്രി പഠിച്ചു, 180 പഠിച്ചു, 90 പഠിച്ചു. ഇനി ഒരു അക്യൂട്ട് ആംഗിൾ, ഒരു തീറ്റ എന്ന ആംഗിളിൽ ഞാൻ എടുത്തെറിയാൻ പോവുകയാണ്. അങ്ങനെ എറിയുമ്പോൾ അതിന് സർക്കുലർ മോഷൻ ഉണ്ടാകും, യൂണിഫോം സർക്കുലർ മോഷൻ ഉണ്ടാകും, അതുപോലെ ലീനിയർ മോഷൻ ഉണ്ടാകും. ഇതിന്റെ കോമ്പിനേഷൻ ആണ് ഹെലിക്കൽ മോഷൻ എന്ന് പറയുന്നത്. ഹെലിക്കൽ മോഷൻ നമ്മൾ പിച്ചിനെ കുറിച്ച് പഠിച്ചു, അതിന്റെ ടൈം പീരീഡ് പഠിച്ചു, റേഡിയസിനെ പറ്റിയും പഠിച്ചു. സോ ഏതെങ്കിലും ലീനിയർ മോഷന്റെ കമ്പോണന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ യൂണിഫോം വെലോസിറ്റി ഇക്വേഷൻ ഉപയോഗിക്കണം. അല്ല സർക്കുലർ മോഷനെ പറ്റി ചോദിക്കുന്നതെങ്കിൽ സർക്കുലർ മോഷന്റെ ബേസിക് കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. സോ ഇങ്ങനെയാണ് ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ പഠിക്കാൻ പോണത് ലോറൻസ് ഫോഴ്സിനെ പറ്റിയാണ്. ഒരു പുതിയ ഫോഴ്സ് ആണ് അല്ലേ? സോ ലോറൻസ് ഫോഴ്സ്. ലോറൻസ് ഫോഴ്സ്. എൻ്റെ കയ്യിൽ ഒരു ചാർജ് ഉണ്ട്. സോ ക്യൂ എന്ന ചാർജ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഈ ചാർജിനെ ഞാനെടുത്ത് എറിയാൻ പോവുകയാണ്. എറിയാൻ പോകുന്ന റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. എന്ത് ഫീൽഡ് ഉണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. എന്ത് ഫീൽഡാണ്? മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ആക്ട് ചെയ്യുന്നേ? ഔട്ട്വേർഡ് ഇൻ ഡയറക്ഷൻ, അല്ലെങ്കിൽ ഇൻവേർഡ് ഇൻ ഡയറക്ഷൻ, അല്ലെ അങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് തന്നെ. എവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഡയറക്ഷൻ നോക്കുന്നില്ല, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഈ ചാർജിന് രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് കാരണം എന്ത് ഫോഴ്സ് ആക്ട് ചെയ്യും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യും. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, നമുക്കതിനെ FE എന്ന് വിളിക്കാം. ആര് കാരണം? ഒരു ചാർജ് ഇലക്ട്രിക് ഫീൽഡ് പ്രവേശിക്കുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യും. അതിന്റെ ഇക്വേഷൻ എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് FE which is equal to QE. ഈ ഫോഴ്സിന് ഡയറക്ഷൻ ഉണ്ട്. ഡയറക്ഷൻ എങ്ങനെയാണ്? എങ്ങോട്ടാണോ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്, എങ്ങോട്ടാണോ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് ആ സെയിം ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ. എങ്ങനെയെങ്കിൽ ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ. ഇനി ചാർജ് നെഗറ്റീവ് ആണെങ്കിലോ ഓപ്പോസിറ്റ് ആയിരിക്കും. സോ ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്തായിരിക്കും? ഇങ്ങനെയായിരിക്കും. ഇതിന്റെ മീനിങ് എന്താണ്? ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആണ്, മൈനസ് ഓപ്പോസിറ്റ് ആണ് ആര്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. സോ ഇവിടെയാണെങ്കിൽ ഈ ചാർജ് ഉണ്ട്. ആ ചാർജിനെ എടുത്ത് ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു കോമ്പിനേഷൻ റീജിയനിലേക്ക് ഞാൻ എടുത്ത് എറിയാൻ പോവുകയാണ്. ഒരിക്കലും നിങ്ങൾ ഈ കോമ്പിനേഷനെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഒന്നും പറഞ്ഞു കളയരുത്. ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഒന്നും അല്ല, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡും അല്ല, അതൊക്കെ വേറെയാണ്. ഇതൊരു കോമ്പിനേഷനാണ്. ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഒരു കോമ്പിനേഷനാണ്. അവിടെ ഇലക്ട്രിക് ഫീൽഡും പ്രസന്റ് ആണ്, മാഗ്നറ്റിക് ഫീൽഡും പ്രസന്റ് ആണ്. ഇനി ഈ ഫീൽഡിലേക്ക് ഞാൻ ആരെടുത്തെറിയാൻ പോവുകയാണ്? ചാർജിനെ എടുത്തെറിയാൻ പോവുകയാണ്.
അപ്പോൾ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യും. ഒരു ഫോഴ്സ് നമ്മൾ പറഞ്ഞു എന്ത് ഫോഴ്സ് ആണ് അത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യും. Fe എന്ന ഫോഴ്സ് ആക്ട് ചെയ്യും. അതിന്റെ ഡയറക്ഷൻ എന്താണ് എങ്ങോട്ടാണോ ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ എങ്ങോട്ടാണോ ഇലക്ട്രിക് ഫീൽഡ് അതിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഓക്കെ നമുക്ക് മനസ്സിലായി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യും. ഇനി മറ്റൊരു ഫോഴ്സ് ഉണ്ട് മറ്റൊരു ഫീൽഡ് ഉണ്ട് അല്ലേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഉറപ്പായിട്ടും മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യും. അതിന്റെ ഡയറക്ഷൻ ആര് പറഞ്ഞു തരും ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറഞ്ഞു തരും. സോ ഇവിടെ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യും. നമുക്ക് നോക്കാം ഇവിടെ മാഗ്നറ്റിക് ഫോഴ്സ് ഏത് ഡയറക്ഷൻ ആണെന്ന് നോക്കാം. മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാമല്ലോ F which is equal to QVB. ആംഗിൾ എത്രയാണ് 90 ഡിഗ്രി ആയതുകൊണ്ട് sin 90 sin θ 1 ആണ്. സോ നമുക്ക് എഴുതാം sin θ. QVB എന്ന ഫോഴ്സ് ആക്ട് ചെയ്യും മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യും. ഇനി മാഗ്നറ്റിക് ഫോഴ്സ് ഡയറക്ഷൻ ഉണ്ട്. എന്താണ് ഇവിടെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്വേർഡ് ആണ്. വെലോസിറ്റി എങ്ങോട്ടാണ് വെലോസിറ്റി അങ്ങോട്ടാണ്. ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യും ഫോഴ്സ് ഇവിടെ താഴേക്ക് ആക്ട് ചെയ്യും. മാഗ്നറ്റിക് ഫോഴ്സ് താഴേക്ക് ആക്ട് ചെയ്യും. ഓക്കെ ഇവിടെയാണെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട് അതുപോലെ Fe എന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ രണ്ട് ഫോഴ്സ് ഈ ചാർജിലേക്ക് ആക്ട് ചെയ്യും. നമ്മുടെ ചാർജിലേക്ക് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എത്രയാണ് നെറ്റ് ഫോഴ്സ് F നെറ്റ് which is equal to combination of electric field plus combination of magnetic field ഈ നെറ്റ് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് കുഞ്ഞുങ്ങളെ ലോറൻസ് ഫോഴ്സ്. അപ്പോൾ എന്തുവാ ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ചാർജിനെ എടുത്ത് ഞാൻ ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും കോമ്പിനേഷനിലേക്ക് എറിയാൻ പോവുകയാണ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യും മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യും. അങ്ങനെയെങ്കിൽ നെറ്റ് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ലോറൻസ് ഫോഴ്സ്. നമുക്ക് നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ നോക്കാം. നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ എന്താ കുഞ്ഞുങ്ങളെ രണ്ട് ഫോഴ്സ് ഉണ്ട് അല്ലേ രണ്ട് ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതണം. ഏതൊക്കെയാണ് ലോറൻസ് ഫോഴ്സ് F ലോറൻസ് which is equal to ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇക്വേഷൻ എന്താണ് QE പ്ലസ് മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ് Q into V cross B QVB sin θ അല്ലേ. വേണമെങ്കിൽ നിങ്ങൾക്ക് ആരെ കോമൺ എടുക്കാം ക്യൂവിനെ കോമൺ എടുക്കാം. വലിയ ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ രസത്തിന് വേണ്ടി നമ്മൾ ആരെ കോമൺ എടുക്കുകയാണ് ക്യൂവിനെ കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും വെക്റ്റർ E പ്ലസ് V ക്രോസ് B. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് വെലോസിറ്റി സെലക്ടർ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് കുഞ്ഞുങ്ങളെ വെലോസിറ്റി സെലക്ടർ. നമ്മൾ നോക്കാം എന്താണ് വെലോസിറ്റി സെലക്ടർ. എൻ്റെ കയ്യിൽ ഒരു ചാർജ് ഉണ്ട് Q എന്ന ചാർജ് എൻ്റെ കയ്യിലുണ്ട്. സോ എൻ്റെ കയ്യിൽ Q എന്നൊരു ചാർജ് ഉണ്ട്. ഈ ചാർജിനെ ഞാൻ ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും കോമ്പിനേഷനിലേക്ക് എടുത്തെറിയാൻ പോവുകയാണ്. സോ ഇവിടെ എന്തുണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. സോ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. B എന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ ഫീൽഡ് എങ്ങനെയാണ് ഇൻ ടു ദ പ്ലെയിൻ ആണ്. പ്ലെയിൻ അകത്തേക്ക് കുത്തി കയറുവാണ്. അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് കുഞ്ഞുങ്ങളെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അതെങ്ങനെയാണ് ഡൗൺവേർഡ് താഴേക്കാണ്. താഴേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഈ ഒരു കോമ്പിനേഷനിലേക്കാണ് ഞാൻ ആരെ ഓടിച്ചു കയറ്റുന്നത് നമ്മുടെ ചാർജിനെ ഓടിച്ചു കയറ്റുന്നത്. അപ്പോൾ ചാർജിന് രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യും ലോറൻസ് ഫോഴ്സ് ആക്ട് ചെയ്യും. ഏതൊക്കെയാണ് ഇലക്ട്രിക് ഫോഴ്സ് ആക്ട് ചെയ്യും മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യും. സോ ഇതിന്റെ കോമ്പിനേഷൻ വിളിക്കുന്ന പേരാണ് ലോറൻസ് ഫോഴ്സ് നമ്മുടെ ചാർജിൽ ആക്ട് ചെയ്യും. ഇവിടെയാണെങ്കിൽ ഇലക്ട്രിക് ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യും ഇത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. കാരണം എന്താണ് കാരണം ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണോ അതിന്റെ സെയിം ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യണത് ഇലക്ട്രിക് ഫോഴ്സ് ആക്ട് ചെയ്യണത്. ഇക്വേഷൻ എന്താണ് Fe ഇലക്ട്രിക് ഫോഴ്സ് which is equal to QE. ഓക്കെ ഇനിയാണെങ്കിൽ എന്ത് ഫോഴ്സ് ആക്ട് ചെയ്യും മാഗ്നറ്റിക് ഫോഴ്സും ആക്ട് ചെയ്യും. മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ വേണമെങ്കിൽ എന്ത് വേണം നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കാം നമുക്ക്. ഇവിടെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് ഇൻ ടു ദ പ്ലെയിൻ ആണ്. വെലോസിറ്റി എങ്ങോട്ടാണ് അങ്ങോട്ടാണ്. ഫോഴ്സ് എങ്ങോട്ടാണ് മുകളിലേക്കാണ്.
ഫോഴ്സ് മുകളിലേക്കാണ്, മാഗ്നറ്റിക് ഫോഴ്സ് ഇവിടെ മുകളിലേക്കാണ്. കുഞ്ഞുങ്ങളെ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ആരും ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഇനി കരുതുക, ഞാനിവിടെ 3 കേസ് പറയാൻ പോവുകയാണ്. എത്ര കേസാണ്? 3 കേസ്. കേസ് നമ്പർ 1. ആര് വലുതാണ്? മാഗ്നറ്റിക് ഫോഴ്സ് വലുതാണ്. ഇലക്ട്രിക് ഫോഴ്സിനേക്കാളും മാഗ്നറ്റിക് ഫോഴ്സ് വലുതാണ്. സോ മാഗ്നറ്റിക് ഫോഴ്സിന്റെ വാല്യൂ വലുതാണ് ആരെക്കാളും? ഇലക്ട്രിക് ഫോഴ്സിനേക്കാളും. മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കാൻ പോവാം. എപ്പോഴാണ് വലുതാവുന്നത്? നമുക്കറിയാം മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ കുഞ്ഞുങ്ങളെ? Fm which is equal to QVB sin theta. തീറ്റന്റെ വാല്യൂ 90 ആണ്. Q ഒരു കോൺസ്റ്റന്റ് ആണ്, B ഒരു കോൺസ്റ്റന്റ് ആണ്. മാഗ്നറ്റിക് ഫോഴ്സ് വലുതാകണമെങ്കിൽ വെലോസിറ്റി കൂടണം, ശരിയല്ലേ? സോ വെലോസിറ്റി, ഉയർന്ന വെലോസിറ്റി എടുത്തെറിയാൻ പോവുകയാണ്. ഉയർന്ന വെലോസിറ്റി എടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ ആ വെലോസിറ്റി കൂടുന്നതനുസരിച്ച് ആരും കൂടും? മാഗ്നറ്റിക് ഫോഴ്സും കൂടും. സോ മാഗ്നറ്റിക് ഫോഴ്സിന്റെ വാല്യൂ ആരെക്കാളും വലുതാണ് ഇവിടെ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനേക്കാളും വലുതാണ്. വെലോസിറ്റി കൂടുതലാണ്. അങ്ങനെയെങ്കിൽ നോക്ക്, ഇങ്ങനെയെങ്കിൽ ഇവിടെയാണെങ്കിൽ 2 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. മുകളിലേക്ക് ഒരു ഫോഴ്സ്, താഴേക്ക് ഒരു ഫോഴ്സ്. ഒരു വടംവലിയാണ്. ആരാണ് ജയിക്കുന്നത്? മുകളിലേക്കുള്ള ഫോഴ്സിന്റെ വാല്യൂ കൂടുതലാണ്, അവൻ ജയിക്കും. അതുകൊണ്ട് ചാർജ് എന്ത് ചെയ്യും? മുകളിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. ഈ പാത്തിനെ വിളിക്കുന്ന പേരെന്താണ്? പാത്ത് പരാബോളിക് ആയിരിക്കും. സോ ഇവിടെയാണെങ്കിൽ നമ്മുടെ ചാർജ് പരാബോളിക്കലി മൂവ് ചെയ്യും. ഓക്കെ, നമ്മൾ കേസ് നമ്പർ 1 മനസ്സിലാക്കി. കേസ് നമ്പർ 2. കേസ് നമ്പർ 2ന്റെ പ്രത്യേകത എന്താണ്? ഇലക്ട്രിക് ഫോഴ്സ് വലുതാണ് ആരെക്കാളും? മാഗ്നറ്റിക് ഫോഴ്സിനേക്കാളും. സോ ഇവിടെ കേസ് നമ്പർ 2ൽ ആരുടെ വാല്യൂ വലുതാണ്? ഇലക്ട്രിക് ഫോഴ്സ് വലുതാണ്, മാഗ്നറ്റിക് ഫോഴ്സ് ചെറുതാണ്. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഇത് സംഭവിക്കുന്നത് മാഗ്നറ്റിക് ഫോഴ്സിന്റെ വാല്യൂ ചെറുതാകണമെങ്കിൽ ഇലക്ട്രിക് ഫോഴ്സ് ഒരു കോൺസ്റ്റന്റ് ആണ്. കാര്യം ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണ്, ചാർജ് കോൺസ്റ്റന്റ് ആണ്, ഇലക്ട്രിക് ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. ഇനിയാണെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് ചെറുതാകണം. എപ്പോൾ ചെറുതാകും? വെലോസിറ്റി ചെറുതാകണം. വെലോസിറ്റി ചെറുതാണെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സും ചെറുതായിരിക്കും. സോ വെലോസിറ്റി ചെറുതായി, ഞാൻ ചെറിയ വെലോസിറ്റി എടുത്തെറിഞ്ഞു. അപ്പോൾ എന്ത് സംഭവിക്കും? ചെറിയ വെലോസിറ്റിയാണ് എടുത്തെറിഞ്ഞെങ്കിൽ ഈ ഇലക്ട്രിക് ഫോഴ്സിന്റെ വാല്യൂ കൂടുതലും മാഗ്നറ്റിക് ഫോഴ്സിന്റെ വാല്യൂ കുറവുമായിരിക്കും. അങ്ങനെയെങ്കിൽ ചാർജ് എന്ത് ചെയ്യും? ഇതൊരു വടംവലിയാണ്. ഈ വടംവലിയിൽ ആരാണ് ജയിക്കുന്നത്? താഴെയുള്ള ഇലക്ട്രിക് ഫോഴ്സ് ജയിക്കും. അപ്പോൾ ചാർജ് എങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യും? ചാർജ് താഴേക്ക് ഡിഫ്ലക്ട് ചെയ്യും. ഇവിടെയും പാത്ത് എന്താണ്? പരാബോളിക്. ഓക്കെ, നമുക്ക് കേസ് നമ്പർ 2 മനസ്സിലായി. ഇനി കേസ് നമ്പർ 3. കേസ് നമ്പർ 3. ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും ഈക്വൽ ആണ്. അങ്ങനെയും വരാമല്ലോ. അങ്ങനെ വന്നാൽ സംഭവിക്കും, ഈ ഫോഴ്സും ഈക്വലന്റ് ഓപ്പോസിറ്റ് ആണ് കുഞ്ഞുങ്ങളെ. അപ്പോൾ നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ എന്തായി പോവും? 0 ആയി പോവും. അങ്ങോട്ട് വലിക്കുന്നതും ഇങ്ങോട്ട് വലിക്കുന്നതും തുല്യമായിട്ടാണ് വലിക്കുന്നത്. സോ നെറ്റ് ഫോഴ്സ് എത്രയായിരിക്കും? എഫ് നെറ്റ് എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും. അതായത് QE എന്ന് പറയുന്ന ഇലക്ട്രിക് ഫോഴ്സും QVB എന്ന് പറഞ്ഞ മാഗ്നറ്റിക് ഫോഴ്സും ഈക്വലായി മാറി. നമുക്ക് വേണമെങ്കിൽ Q എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. സോ V which is equal to E divided by B. സോ ഈ വെലോസിറ്റി എടുത്തെറിഞ്ഞാൽ, ഏത് വെലോസിറ്റി? E/B എന്ന വെലോസിറ്റി എടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ ചാർജ് അൺഡിഫ്ലക്റ്റ് ആയിട്ട് പോകും. ഇവിടെയും വലിക്കത്തില്ല, ഇങ്ങോട്ടും വലിക്കത്തില്ല. വലിച്ചു കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് ആയിട്ട് മാറും, 0 ആയിട്ട് മാറും. അപ്പോൾ ഏത് വെലോസിറ്റി എടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ V which is equal to E/B എന്ന വെലോസിറ്റി എടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ, ഈ വെലോസിറ്റിയിലാണ് നമ്മൾ എടുത്തെറിഞ്ഞതെങ്കിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാകുമോ? ഡിഫ്ലക്ഷൻ ഉണ്ടാകില്ല. ഒരു ഡിഫ്ലക്ഷൻ കൂടാതെ ചാർജ് ഇങ്ങനെ കടന്നു പോകും. ഇത്രയും കാര്യം മനസ്സിലായോ? സോ നമ്മളുടെ ഈ ചാർജിനെ നമ്മൾ എടുത്തെറിയുന്ന വെലോസിറ്റി എങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഡിവൈഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്, ഈ ഒരു മാഗ്നിറ്റ്യൂഡിലാണ് എടുത്തെറിയുന്നതെങ്കിൽ ചാർജിന് യാതൊരു ഡിഫ്ലക്ഷനും കൂടാതെ ആ ചാർജ് കടന്നു പോകും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് വെലോസിറ്റി സെലക്ടറിന്റെ മീനിങ്. വെലോസിറ്റി സെലക്ടർ എന്താണ് മീൻ ചെയ്യുന്നത്? ഈ പേരെന്താണ്? വെലോസിറ്റി സെലക്ടർ എന്ന് വെച്ചാൽ എന്തുവാണ്? നമുക്ക് വെലോസിറ്റിയെ സെലക്ട് ചെയ്യണം. എനിക്ക് ഈ വെലോസിറ്റി വേണം. സോ എൻ്റെ കയ്യിൽ കുറേ ചാർജ് ഉണ്ട്.
Q1, Q2, Q3 അങ്ങനെ കുറേ ചാർജുകളുണ്ട്. Qn ഇഷ്ടംപോലെ ചാർജുകളുണ്ട്. വ്യത്യസ്തമായ വെലോസിറ്റി ഓടി വരികയാണ്. എനിക്കൊരു പർട്ടിക്കുലർ വെലോസിറ്റി വേണം. എനിക്കാണെങ്കിൽ എക്സ് എന്ന വെലോസിറ്റി വേണം. ആ വെലോസിറ്റിയുള്ള ചാർജിനെ മാത്രം എനിക്ക് പുറത്ത് മതി. അപ്പോൾ ഞാൻ പറയും എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഇ ബൈ ബി എന്ന് എനിക്കറിയാം. അങ്ങനെയെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വെലോസിറ്റിയാണ്. ഇതൊരു വെലോസിറ്റിയാണ്. എനിക്ക് ഈ വെലോസിറ്റിയുള്ള ചാർജിനെ മാത്രം മതി, എക്സ് വെലോസിറ്റിയുള്ള ചാർജിനെ മാത്രം മതി. അപ്പോൾ ഞാൻ പറയും എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഇ ബൈ ബി എന്ന് എടുക്കാൻ പോവുകയാണ്. അത്രയും വാല്യൂ ഉള്ള ഇലക്ട്രിക് ഫീൽഡിനെയും അത്രയും വാല്യൂ ഉള്ള മാഗ്നറ്റിക് ഫീൽഡിനെയും ഞാൻ ആഡ് ചെയ്തു. സോ ഞാൻ അത്രയും വാല്യൂ ഉള്ള ഇലക്ട്രിക് ഫീൽഡിനെയും അത്രയും വാല്യൂ ഉള്ള മാഗ്നറ്റിക് ഫീൽഡിനെയും ആഡ് ചെയ്തു. ഈ ഇലക്ട്രിക് ഫീൽഡ് ഡിവൈഡ് ബൈ ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് കിട്ടും? എനിക്ക് എക്സ് എന്ന വാല്യൂ കിട്ടണം. ഞാൻ അങ്ങനെ സെറ്റ് ചെയ്യും. ഞാൻ എങ്ങനെ സെറ്റ് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡ് ഡിവൈഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ എന്ത് കിട്ടും? എനിക്ക് എക്സ് കിട്ടുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്യും. അങ്ങനെയെങ്കിൽ ആ എക്സ് വെലോസിറ്റിയുള്ള ചാർജ് എന്ത് സംഭവിക്കത്തില്ല? യാതൊരു ഡിഫ്ലക്ഷൻ കൂടാതെ കടന്നു വരും. ബാക്കി എല്ലാ ചാർജുകളും എന്ത് ചെയ്യും? ഡിഫ്ലക്റ്റ് ചെയ്യും. ഈ എക്സ് വെലോസിറ്റിയെക്കാളും കൂടുതലുള്ള ചാർജുകൾ എന്ത് ചെയ്യും? മുകളിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. എക്സിനേക്കാളും ഇത് എക്സ് ആണ് വെലോസിറ്റി എങ്കിൽ, അല്ലെങ്കിൽ ഈ വെലോസിറ്റി വി വിച്ച് ഈസ് ഈക്വൽ ടു ഇ ബൈ ബി ആണ്. ഈ വെലോസിറ്റിയെക്കാളും കൂടുതലാണെങ്കിൽ ചാർജ് എന്ത് ചെയ്യും? മുകളിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. ഈ വെലോസിറ്റിയെക്കാളും ചെറുതാണെങ്കിൽ എന്ത് ചെയ്യും? ചാർജ് താഴേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഇ ബൈ വി എന്ന വാല്യൂ ഉള്ള അത്രയും വെലോസിറ്റി ഉള്ള വാല്യൂ ചാർജ് എന്ത് ചെയ്യും? എനിക്ക് പുറത്ത് കിട്ടുകയും ചെയ്യും. ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും വലിയ ഹോളിൽ നിന്ന് എല്ലാ ചാർജും കയറുകയാണ്. ഇവിടെ നേരെ ഒരു ഹോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹോൾ വഴി എന്ത് ചെയ്യും? നമുക്ക് ആവശ്യമുള്ള വെലോസിറ്റിയുള്ള ചാർജ് മാത്രമേ പുറത്തു പോവുകയുള്ളൂ. സോ ഇതാണ് വെലോസിറ്റി സെലക്ടർ. സോ ഇത്രയും കോൺസെപ്റ്റ് മനസ്സിലായോ? വെലോസിറ്റി സെലക്ടർ എന്ന് പറയുന്നത് ഇതൊരു ഡിവൈസ് ആണ്. കുറേ ചാർജ് പാർട്ടികളിൽ കുറേ പർട്ടിക്കുലർ വ്യത്യസ്തമായ വെലോസിറ്റി ഉണ്ട്. എനിക്കൊരു പർട്ടിക്കുലർ വെലോസിറ്റിയുള്ള ചാർജിനെ മാത്രം മതിയെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് വെലോസിറ്റി സെലക്ടർ. സോ ഈ കോൺസെപ്റ്റ് എല്ലാം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. കൂടുതൽ ടോപ്പിക്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.